നമസ്കാരം. ഭക്തകവി കബീർദാസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. തൻ്റെ ഗുരുവും ദൈവവും ഒരേ സമയം പ്രത്യക്ഷപ്പെട്ടാൽ താൻ ആദ്യം വണങ്ങുക തൻ്റെ ഗുരുവിനെ ആയിരിക്കും എന്ന്. ഇത് കേട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യവൃന്ദത്തിലുള്ളവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ദൈവത്തിന് മുൻപേ ഈ ഗുരുവിനെ വണങ്ങുന്നത് എന്ന്. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ദൈവത്തെക്കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഗുരുവാണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഗുരുവിനെ വണങ്ങുന്നത്. കബീർദാസിന്റെ ആ ഒരു ചിന്തയ്ക്ക് കാരണമായി തീർന്നത് ആർഷഭാരത സംസ്കാരത്തിന്റെ മാതാപിത ഗുരു ദൈവം എന്ന് പറയുന്ന ആ ഒരു ഓർഡർ ആയിരിക്കാം. എന്തു തന്നെയാണെങ്കിലും നമ്മുടെ അധ്യാപകന്മാരും നമ്മുടെ ഗുരുക്കന്മാരും നമ്മുടെ മുതിർന്നവരും നമ്മുടെ മാതാപിതാക്കളും ഇവരെല്ലാവരും ബഹുമാനം അർഹിക്കുന്നവരാണ്. നാം അവരെ ബഹുമാനിക്കേണ്ടതാണ്. കാലാകാലങ്ങളിൽ ഇസ്രായേലിനെ നയിച്ച് പുരോഹിതന്മാരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും ഗമാലിയേൽ അടക്കമുള്ള ഗുരുക്കന്മാരെക്കുറിച്ചും വേദപുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ എനിക്കിന്ന് പറയാനുള്ളത് ശമൂവേൽ പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഒരു പ്രത്യേക സമയം യഹോവയാകുന്ന ദൈവം ശമൂവേലിനോട് പറയുന്നു, ശമൂവേലെ, നീ നേരെ ബേത്ലഹേമിലേക്ക് ചെല്ലുക. അവിടെ ഈശായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരുവനെ രാജാവായി അഭിഷേകം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നീ അങ്ങോട്ട് പോവുക എന്ന്. യഹോവയാകുന്ന ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവാചകനായ ശമൂവേൽ ബേത്ലഹേമിൽ ഈശായുടെ ഭവനത്തിലേക്ക് ചെല്ലുന്നു. ചെന്നപാടെ ഈ പ്രവാചകൻ ശമൂവേൽ കാണുന്നത് ഏലിയാബ് എന്ന് പറയുന്ന അരോഗദൃഢഗാത്രനായ ഈശായുടെ മൂത്ത മകനെയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് അദ്ദേഹം ശൗൽ എന്ന രാജാവിൻ്റെ പട്ടാളത്തിൽ അംഗമായിരുന്നു. ഈ ഏലിയാബിനെ കണ്ടപ്പോൾ തന്നെ ശമൂവേൽ പ്രവാചകൻ പറയുന്നു, ഇതാ യഹോവയുടെ അഭിഷിക്തൻ, ഇവനെയാണ് യഹോവ രാജാവാക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, ഇവനെ രാജാവാക്കി അഭിഷേകം ചെയ്യാൻ യഹോവയാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതെന്ന്. ഉടനടി അവിടെ യഹോവ ശമൂവേലിനോട് പറയുന്നുണ്ട്, നീ പുറമേ ഉള്ളതാണ് നോക്കുന്നത്, നീ അവൻ്റെ ആരോഗ്യവും അവൻ്റെ പൊക്കവും അവൻ്റെ വണ്ണവുമാണ് നോക്കിയത്, ഞാൻ അവനെയല്ല, അവനെ ഞാൻ തള്ളിയിരിക്കുന്നു, അവനെ ഞാൻ രാജാവാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം അവൻ്റെ അനിയനായ അബീനാദാവിനെ ഈ ഈശായി വിളിക്കുന്നു. അങ്ങനെ ഓരോ മക്കളെയും വിളിച്ച് 7 മക്കളും കഴിഞ്ഞു. ഈ 7 മക്കളും യഹോവയാകുന്ന ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് ശമൂവേലിന് ദൈവം അരുളപ്പാട് കൊടുക്കുന്നു. ഒടുവിൽ ശമൂവേൽ ഈശായോട് ചോദിക്കുന്നു, ഇവരൊന്നും അല്ലാതെ ഇനി നിനക്ക് വേറെ മക്കളുണ്ടോ? അതിന് ഈശായി പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്, ഏറ്റവും ഇളയവൻ, അവൻ ചെറിയവനാണ്, അവൻ ആടിനെ മേയ്ക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഉടനെ ശമൂവേൽ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അവനെ വരുത്തുക, ഒരുപക്ഷെ അവനായിരിക്കും ഇസ്രായേലിന് രാജാവായിട്ട് യഹോവ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവനെ വരുത്തുക എന്ന് പറയുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഈ ദാവീദ് എന്ന് പറയുന്ന ഏറ്റവും ഇളയ ബാലൻ, ഇളയ വ്യക്തി, ഇദ്ദേഹം ഭവനത്തിലേക്ക് കടന്നു വരുന്നപ്പോൾ തന്നെ യഹോവയാകുന്ന ദൈവം ശമൂവേലിൻ്റെ ആത്മാവിനോട് ഇടപെട്ടു, ഇവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. അപ്രകാരം അവന് രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. യഹോവയാകുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേട്ട് അതനുസരിച്ച് ബേത്ലഹേം വരെ എത്തിയ ശമൂവേൽ, ദൈവം പറഞ്ഞതനുസരിച്ച് മാത്രം ഈശായുടെ ഭവനം വരെ എത്തിയ ശമൂവേൽ, അവിടെ ഏലിയാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ട മാത്രയിൽ തൻ്റെ സ്വബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീ ഈശായുടെ ഭവനത്തിൽ ചെല്ലുക, അവിടെ ചെല്ലുമ്പോൾ എനിക്ക് രാജാവാകേണ്ടുന്നവനെ ഞാൻ അന്നേരം നിനക്ക് കാണിച്ചു തരും, അവനെ നീ എനിക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. ശമൂവേലിനോട് പറഞ്ഞ്, നീ അവിടെ വരെ ചെല്ലാനേ പറഞ്ഞിട്ടുള്ളൂ, അഭിഷേകം ചെയ്യേണ്ട ആളെ ഞാൻ നിനക്ക് കാണിച്ചു തരും എന്നാണ് ദൈവം പറഞ്ഞത്. പക്ഷേ ദൈവം കാണിച്ചു തരുന്നതിന് വേണ്ടി കാത്തിരിക്കാതെ ശമൂവേൽ സ്വയം ഒരാളെ അഭിഷേകം ചെയ്യുന്നു. ഇത് തികച്ചും ശമൂവേലിൻ്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റാണ്. ശമൂവേലിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആദ്യ രാജാവായ ശൗലിൻ്റെ പൊക്കവും വണ്ണവും ഒക്കെ കമ്പയർ ചെയ്തിട്ടായിരിക്കാം ഈ ഏലിയാബിനെ കണ്ടപ്പോൾ ഇവനായിരിക്കും അടുത്ത രാജാവെന്ന നിഗമനത്തിലേക്ക് ശമൂവേൽ എത്തിച്ചേർന്നത്. കാരണം ഈ ഏലിയാബും ശൗലിൻ്റെ സൈന്യത്തിലെ ഒരു അംഗമായിരുന്നു, ഈ ഏലിയാബും ഒരു പടയാളിയായിരുന്നു. അപ്പോൾ അവൻ്റെ പൊക്കവും വണ്ണമൊക്കെ കണ്ടപ്പോൾ അടുത്ത രാജാവ് ഇവനെന്ന് സ്വാഭാവികമായ ഒരു ബുദ്ധിയിൽ ശമൂവേലിന് തോന്നി. പക്ഷേ ദൈവം പറയുന്നുണ്ട്, നീ അവൻ്റെ പൊക്കവും വണ്ണവും നോക്കണ്ട, ഇവനെ അല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നാം ഇറങ്ങിത്തിരിക്കുന്നതും നാം സഞ്ചരിക്കുന്നതെല്ലാം ഒരുപക്ഷെ കൃത്യമായ ദൈവ ആലോചനയോടുകൂടി മാത്രമായിരിക്കും. എന്നാൽ ചില സ്റ്റെപ്പുകൾ നാം വയ്ക്കുമ്പോൾ നമ്മുടെ കാൽവയ്പ്പുകൾ ചിലപ്പോഴൊക്കെ അബദ്ധത്തിലേക്ക് മാറിപ്പോകാറുണ്ട്. ഇതുപോലെയൊക്കെ ഒരുപക്ഷെ നമുക്കും ചില തെറ്റുകളൊക്കെ സംഭവിക്കാം. കാരണം നാം പുറപ്പെടുന്നതും സഞ്ചരിക്കുന്നതും എല്ലാം ദൈവം പറഞ്ഞത് മാത്രം അനുസരിച്ചിട്ടായിരിക്കാം. പക്ഷെ ചില കാൽവയ്പ്പുകളിലേക്ക് നാം പോകുന്നതിന് മുൻപ് ഒന്ന് കാത്തിരിക്കാനുള്ള മനസ്സ് വേണം. കാരണം ഇതുവരെ കൊണ്ടുവന്നത് ദൈവമാണെങ്കിൽ ശേഷമുള്ള കാര്യങ്ങളും നടപ്പിലാക്കുവാൻ ദൈവത്തിന് കൃത്യമായ കാഴ്ചകളുണ്ടാകും, ബോധ്യങ്ങളുണ്ടാകും, തീരുമാനങ്ങളുണ്ടാകും. അതിനിടയിൽ നമ്മൾ പുതിയ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇത് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഗുരുക്കന്മാർക്കും നമ്മുടെ ഉപദേശകന്മാർക്കും എല്ലാവർക്കും വിശുദ്ധ ബൈബിളിൽ നിന്ന് പഠിക്കാവുന്ന ഒരു പാഠം തന്നെയാണ്.
കാരണം ശാമുവേലിനേക്കാൾ ശ്രേഷ്ഠരായ ആൾക്കാരാണ് ഇന്ന് നമ്മുടെ സമകാലികരെന്നൊന്നും തോന്നുന്നില്ല. എല്ലാവർക്കും മാനുഷികമായിരിക്കുന്ന ചില വീഴ്ചകളും താഴ്ചകളും ഒക്കെ സംഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ചില തീരുമാനങ്ങൾ നാം എടുക്കുന്നതിന് മുൻപ്, ചില തീരുമാനങ്ങൾ നാം അംഗീകരിക്കുന്നതിന് മുൻപ്, ചില തീരുമാനങ്ങൾ നാം കേൾക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയണം ഇത് ദൈവികമാണോ അതോ മാനുഷികമാണോ എന്ന്. കാത്തിരിക്കാം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.